ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡുമാണ്. പക്ഷെ ആ ക്ഷീണമൊന്നും വകവയ്ക്കാതെ ഞാനും പാറുക്കുട്ടിയും കൂടി റെഡിയായി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ട് പോവാണെന്ന് ചോദിച്ചാൽ ഇന്നലെ തന്നെ ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടാത്തത് കൊണ്ട് തട്ടുകടയിൽ നിന്ന് കയറി നമ്മളൊരു തട്ടാന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ദോശയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ദോശയാണ്, ദോശയും ചമ്മന്തി ചിക്കൻ ഫ്രൈയും ആണ് ഞാൻ കഴിക്കുന്നത്. പാറുക്കുട്ടി പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ് കഴിക്കുന്നത് കേട്ടോ. ചമ്മന്തി ഉണ്ടായിരുന്നു എനിക്ക്. ചമ്മന്തി കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നെങ്കിലും ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ധൃതി പിടിച്ചങ്ങ് കഴിക്കുകയായിരുന്നു. പക്ഷെ ഫുഡല്ലേ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചിട്ടോ, തിരക്ക് പിടിച്ചിട്ടാണെങ്കിലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിച്ചിട്ട് ഇറങ്ങിയതും അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല മഴ പെയ്ത് കാറിന്റെ ഗ്ലാസ്സിൽ കൂടി പുറത്ത് റോഡൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയപ്പോഴത്തേനും ഏകദേശം മഴയൊക്കെ തോന്നായിരുന്നു. ന്യൂ തിയേറ്ററിലാണ് പോയത്. നമ്മുടെ നരിവേട്ട സിനിമ ഉണ്ടല്ലോ ടോവിനോയുടെ, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കാണാൻ പറ്റി. എനിക്കിങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് ഇങ്ങനെ കഴുത്ത് പൊക്കി വെച്ചിട്ട് കാണുന്നതൊന്നും എനിക്കിഷ്ടമില്ല. കുറച്ച് ബാക്കിലൊക്കെ ആയിട്ട് സെൻട്രലായിട്ടൊക്കെ ഇരുന്ന് കാണുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ കണക്കിനുള്ള സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സിനിമയിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആര്യ മിസ് ഉണ്ട് കേട്ടോ. നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആര്യ മിസ് എന്ന് പറയുന്നത് എന്നെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ടീച്ചറാണ്. ഞാൻ ആര്യ മിസ്സിന്റെ അടുത്ത് നിന്ന് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എറണാകുളത്ത് വെച്ചത്. തിരുവനന്തപുരത്തോട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ പോയതേ ഇല്ല കേട്ടോ ഡാൻസ് ക്ലാസ്സിന്. അപ്പോൾ ഇന്റർവെല്ലായപ്പോൾ ഞങ്ങൾ പോപ്കോണ്, ബട്ടർ ബന്ന്, പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിക്കാൻ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ബട്ടർ ബന്ന് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബട്ടർ ബന്നായിരുന്നേ. അതിൽ വെച്ചിട്ടുള്ള ക്രീമൊക്കെ കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സിനിമയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. എന്നെ അതിന് കളിയാക്കുകയാണ് കേട്ടോ പാറുക്കുട്ടി. ഉറങ്ങാനാണോ അമ്മ വന്നതെന്നൊക്കെ ചോദിച്ച് നന്നായിട്ട് ഇരുന്ന് ഉറങ്ങി. എനിക്കതിൽ ചെറിയൊരു സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും സിനിമയൊക്കെ കണ്ട് ക്ലൈമാക്സ് ഒക്കെ കണ്ടു കേട്ടോ. ഇടയ്ക്ക് ഇച്ചിരി ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മുടെ ആനക്കുട്ടനൊക്കെ നിന്ന് മഴ നനയുന്നു. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് മലബാർ ബൈറ്റ്സിൽ കയറിയിട്ട് ഒരു കോഫിയും കൂടെ കുടിച്ചേ. അപ്പോൾ ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ചൂട് കോഫി വാങ്ങിച്ചങ്ങ് കുടിച്ചേട്ടാ. അതിന് ചൂട് കൂടുതലാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചേട്ടൻ. അപ്പം ഞാൻ ചൂടോടെ മഴയത്ത് നിന്ന് ഊതി ആ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാനും പാറുക്കുട്ടിയും കൂടെ തിരിച്ചു വന്നേട്ടാ. ഇനി ഭയങ്കര ക്ഷീണമാണ്, ഉറങ്ങിയാൽ മതിയെന്നുണ്ട്. അപ്പം ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ ചേട്ടാ.